ബിഗ് ബോസ് ഓഡിഷനിലേക്ക് സ്വാഗതം മോനി എല്ലാവർക്കും. നമ്മുടെ കണ്ടസ്റ്റന്റ്സിനേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം. ഫസ്റ്റത്തെ കണ്ടസ്റ്റന്റ് ആണ് ആൻഡ്രോയിഡ് സൂറ. മോനി നമ്മുടെ സെക്കൻഡത്തെ കണ്ടസ്റ്റന്റ് ആണ് സൂപ്പർ രാജു. മോനി നമ്മുടെ മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് ആണ് മാറിയോ നിവിൻ. മോനി നമ്മുടെ നാലാമത്തെ കണ്ടസ്റ്റന്റ് ആണ് സൂപ്പർ ഖാൻ. എന്റെ ചട്ടിയും ചോപ്പാടാ. നമ്മുടെ അഞ്ചാമത്തെ അവസാനത്തെ കണ്ടസ്റ്റന്റ് ആണ് ബുജ്ജി മമ്മു. മോനി അപ്പൊ ഇവരെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്ന മുമ്പ് ഇവരോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മുടെ ആദ്യത്തെ ചോദ്യം രാജുമോനോട്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. എന്താ മോനെ, ആർക്കെങ്കിലും ഉത്തരം അറിയോ? ഹലോ ഗൈസ്, എല്ലാവർക്കും പരദോഷം ഷോയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ എന്തിനാ രണ്ടാമത്തെ എപ്പിസോഡ് പറഞ്ഞേ? ഞാൻ കളി പോയിരിക്കുന്നത് ഗൈസ്. ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ്, ആ പേര് നോക്ക്, ബിഗ് ബോസ്. പോൺഹബിൽ ഒരു കാറ്റഗറി പോലെയുണ്ട് ബിഗ് ബോസ്. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഈ ഷോയുടെ ഈ കണ്ടന്റും ബിഗ് ബോസ് എന്ന പേരും തമ്മിൽ എന്താണ് ബന്ധം? ഈ പേര് വിട്ടിട്ട് കിറുക്കന്മാര് ചെയ്യണതാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ബോഡി സെൽറ്റിയർ ദാറ്റ് ഇസ് ബ്രോ. എനിക്ക് അറിയാത്തത് ഈ ബിഗ് ബോസിൽ വരുന്നവർക്ക് മെന്റൽ പ്രോബ്ലം ആവുന്നതാണോ അതോ മെന്റൽ പ്രോബ്ലം ആയിട്ടുള്ളവരെ ബിഗ് ബോസ് കൊണ്ടുവരുന്നതാണ്? നിങ്ങൾ എപ്പോഴും ഭൂരിയോട് ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ബിഗ് ബോസിന്റെ പുതിയ സീസൺ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എല്ലാ കൊല്ലത്തും നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ ലാലാട്ടൻ ക്രിഞ്ച് ഡയലോഗുള്ള പ്രോമോ ആയിട്ട് വന്നിട്ടുണ്ടാവുന്ന പറഞ്ഞാൽ യൂട്യൂബിൽ പോയിട്ട് ബിഗ് ബോസ് സീസൺ 7 പ്രോമോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു ഗൈസ്. അപ്പൊ ഞാൻ കണ്ടത് ബിഗ് ബോസ് സീസൺ 7 പ്രീമോ, ബിഗ് ബോസിന്റെ പ്രോമോ റോക്കി ചെയ്യുന്നു. ഇത് ഏഷ്യന്റെ റൂറൽ ഡെവലപ്മെന്റ് സ്കീമാണ്. നിങ്ങൾക്ക് ഇക്കൊല്ലമാണ് കുറയുന്ന മനുഷ്യനായിട്ട് ഇവല്യൂഷൻ സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഈ മനുഷ്യനെ അറിയാൻ ഒരു ചാൻസ് ഉണ്ടായില്ല. ഇയാളുടെ പേരാണ് റോക്കി. കഴിഞ്ഞ സീസണിൽ ഒരുത്തിന്റെ മോണക്കിട്ട് കുത്തിയപ്പോ ബിഗ് ബോസ് അതിൽ പിന്നെ അണ്ണൻ എന്തൊക്കെയോ സംഭവിച്ചു ഗൈസ്. അതിന്റെ ട്രോമിയിൽ അണ്ണൻ സ്വന്തമായിട്ട് ബിഗ് ബോസ് എന്ന് കളിക്കുന്ന പോലെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, അത് സ്വന്തം ചാനലിൽ. എന്തൊക്കെ മെന്റൽ പ്രോബ്ലംസ് ഉള്ള ആളുകളാണ് ഗൈസ്. നീയൊക്കെ ഇവിടെ വീട്ടിൽ വന്നതേ രസിപ്പിക്കാനോ വേണ്ടിയാണോ അതോ വെറുപ്പിക്കാൻ വേണ്ടിയാണോ? കളിക്കല്ലേ, പൊട്ടിച്ചു കളയും ഞാൻ. ഈ പരിപാടിയൊന്നും ഞാൻ ഇവിടെ അവിടെ നടക്കത്തില്ല. അമ്പ് വെച്ച് കൊന്നു കളയും ഞാൻ. വിറ്റം കാർഡ് ഇവിടെ പോകത്തില്ല. വേണമെങ്കിൽ ATM കാർഡുണ്ടാ, അതിങ്ങോട്ട് കൈകൊട്ടി തരട്ടെ. ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസിലോട്ട് നമുക്ക് എങ്ങനെ എൻട്രി ആവാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. സോ നമുക്ക് കുറച്ച് കോൺഫിഡൻസും അഹങ്കാരമൊക്കെ ഉള്ള ഒരാളിന് മാത്രമേ ബിഗ് ബോസിലോട്ട് എൻട്രി ആവാൻ പറ്റത്തുള്ളൂ. അതാണ് റൂൾ നമ്പർ 1. ഓക്കെ, പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കില്ല മോനെ. അവനാണ് എന്റെ താടിയിലാക്കിയത്, ഞാൻ അവന്റെ പുറത്ത് തൊട്ടിട്ടില്ല. ടീച്ചർ അവനാണ് ആദ്യം എന്നെ തുടക്കൂട്ടത്ത്. ഞാനൊന്നും അവന് ചെയ്യാൻ പോയിട്ടില്ല ടീച്ചർ. ഇപ്രാവശ്യം ക്ഷമിക്ക് ടീച്ചർ, പേരൻസിനെ വിളിക്കല്ലേ ടീച്ചർ. എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചതാ, ഓക്കെ എങ്ങനെ ബിഗ് ബോസിലോട്ട് പോകാം, ഓക്കെ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യോ, ഓക്കെ എങ്ങനെ ബിഗ് ബോസിൽ പോയത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, ഒരു മനുഷ്യൻ എന്തിനാണ് ഈ കാട്ടപരാധത്തിക്ക് പോകുന്നത്? കേരളത്തിലെ കൊച്ചു പിള്ളേർ മുതൽ കിളവന്മാര് വരെ നിങ്ങളെ കോമാളി ആയിട്ടായിരിക്കും കാണുക. അവിടെ പോയിട്ട് സക്സസ് ആയിട്ടുള്ളവരിനേക്കാൾ സക്സസ് ആയിട്ടുള്ളവരാണുള്ളത്. നിങ്ങൾ കുറെ വീഡിയോസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യുക. ആ എഡിറ്റിംഗിൽ ഒരുപാട് സമയം നീണ്ടു പോകാൻ പാടില്ല. ഇതാണ് അടിപൊളി എഡിറ്റിംഗ്. 90s കല്യാണാൽബത്തിനൊക്കെ നല്ല എഡിറ്റ് ആയിരിക്കും. ഡോണ്ട് വറി റോക്കി ബൈക്ക് എഡിറ്റിംഗ് ഞാൻ പഠിപ്പിച്ചു തരാം. ഇൻട്രൊഡ്യൂസിംഗ് ബ്രൂട്ടോ എഫക്ട് എഡിറ്റിംഗ് കോഴ്സ്. ഈ ഒരു കോഴ്സ് എടുത്താൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, ആക്ച്വലി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ടോപ്പ് റിയാക്ഷൻ യൂട്യൂബേഴ്സിന്റെ എഡിറ്റ്, പിന്നെ ഗെയിമിംഗ് യൂട്യൂബേഴ്സിന്റെ സ്റ്റൈലിലുള്ള എഡിറ്റ്, അത് കഴിഞ്ഞ് ഡോക്യുമെന്ററി സ്റ്റൈൽ എഡിറ്റ്, സിനിമാറ്റിക് സ്റ്റൈൽ എഡിറ്റ്, പിന്നെ കാർട്ടൂൺ ആനിമേഷൻസ്, പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന AI വീഡിയോ ജനറേഷൻ, പിന്നെ ഇതുപോലുള്ള കാർ എഡിറ്റ്സ്. ഇത് മാത്രമല്ല സോഫ്റ്റ്വെയർസ്, പ്ലഗിൻസ്, അതിന് ഒരു എഡിറ്ററിന് ആവശ്യമുള്ള കോപ്പിറൈറ്റ് ഫ്രീ BGM, സൗണ്ട് എഫക്ട്സ്, LEDs, ഗ്രീൻ സ്ക്രീൻ, ഗ്രാഫിക്സ്, ക്യാരക്ടർ ആനിമേഷൻസ്, ഇതൊക്കെ പോട്ടെ ഞാൻ യൂസ് ചെയ്യുന്ന മീംസ്, അതായത് വർഷങ്ങളായിട്ട് ശേഖരിച്ച് വെച്ചിട്ടുള്ള മീം ഫോൾഡറാണ്. എന്റെ ഈ കോഴ്സ് എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഒരു ആക്സസ് ഇട്ട് അതിനകത്ത് ഏത് ഡൗട്ട് നിങ്ങൾക്ക് എന്റെ അടുത്ത് ഡയറക്റ്റ് ക്ലിയർ ചെയ്ത് ചോദിക്കാൻ പറ്റും. ഇതെല്ലാം ഫോർ ജസ്റ്റ് 499. 1 ടൈം പേയ്മെന്റ് ആണ്, ലൈഫ് ടൈം ആക്സസ് ഉണ്ട്. നിങ്ങൾ എഡിറ്റിംഗ് ഫുള്ളായി പഠിക്കുന്നവരെ നിങ്ങളുടെ ഓരോ ഡൗട്ടും ഞാൻ ഡയറക്റ്റ്ലി ക്ലിയർ ചെയ്തു. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്റെ വെബ്സൈറ്റിൽ പോയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുക. കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ ബിഗ് ബോസിൽ വരുന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ സമാധാനം ആവശ്യമില്ല. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഇവർക്ക് പ്രശ്നങ്ങൾ വേണം. ചില ആളുകളാണ് കഴിഞ്ഞ സീസണിൽ തുടങ്ങി വെച്ച് വെയിറ്റ് ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യും. പണ്ട് ബെസ്റ്റ് കളിച്ച് നടന്ന ആളുകളൊക്കെ ഇപ്പോൾ കപ്പിൾ ബ്ലോക്കിംഗ് തുടങ്ങി. ഇവർക്ക് തമ്മിൽ കല്യാണം കഴിച്ചൂടെ ഗൈസ്? നമ്മൾ ഓൾറെഡി ഹോമോസ് എപ്പനി ഇവരെയൊക്കെ പരിചയപ്പെട്ടതാണ്. There is a new species guys, Homo predators. ബിഗ് ബോസ് സീസണിൽ മാത്രം സ്പോൺ ആവുന്ന ഒരു നോ ബ്രെയിൻ സെല്ലുലാർ ക്രീച്ചേഴ്സ് ആണ്. ഇവരുടെ ജീവിതമായി ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ബിഗ് ബോസ് പ്രഡിക്ഷൻ. ബിഗ് ബോസ് രാജോട്ടുണ്ടോ, ബിഗ് ബോസിൽ മിയാ ഖലീഫ ഉണ്ടോ, ബിഗ് ബോസിൽ കരടിയുണ്ടോ, പൂച്ചയുണ്ടോ, പട്ടിയുണ്ടോ?
ഇവരുടെ രണ്ട് ജീവിതത്തിൽ ഇവർ ആകെ ചെയ്യുന്നത് പ്രഡിക്ഷൻ. നാളെ ഇറങ്ങാൻ പോണ ഷോർട്ട് പ്രഡിക്ഷൻ 2 മാസം മുമ്പേ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സെപ്പറേറ്റ് ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം guys. കാരണം അത്രയ്ക്ക് യൂട്യൂബ് ചാനൽസ് ആൻഡ് മീഡിയാസ് ഉണ്ട് ഇതിനകത്ത്. ബിഗ് ബോസ് ഇത് തുടങ്ങണം മുതൽ അവസാനം വരെ ഇവർ ഉറങ്ങത്തില്ല. ഞാൻ പറഞ്ഞോണ്ടൊന്നുമില്ല, അവർ തന്നെ ഇന്റർവ്യൂ ഒന്നും പറയുന്നതാണ്. ഇവര് ഇന്റർവ്യൂ എടുക്കാൻ ആൾക്കാരുണ്ട് കീർക്കന്മാർ. അടുത്ത വീഡിയോ നിങ്ങളായിട്ട് പൊരിക്കാം. എങ്കിലും ഈ പറയുന്ന പോലെ ഈ ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഉറക്കം ഉണ്ടാവില്ലല്ലോ, സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. അതെ, ആകെ 2 മണിക്കൂറേ ഉറങ്ങത്തുള്ളൂ. കാര്യം ഞാൻ 3 മണി ലവ് കോംബോ ഒക്കെ ഉണ്ടെങ്കിൽ 3 മണിയൊക്കെ ആവും. ഈ ആളുകൾ ജീവിതം വേസ്റ്റ് ചെയ്യുന്ന ഷോ കണ്ടിട്ട് ആളുകൾ ജീവിതം വേസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവട്ടെ. എനിക്ക് പ്രാന്താണ് ഗൈസ്, എന്നെ കൊണ്ടിട്ട് പറ്റില്ല. ഇന്നത്തേക്ക് ഇത്രയും മതി. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ റെസ്പോൺസ് കണ്ടിട്ട് എൻ്റെ കിളി പോയി ഗൈസ്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രത്തോളം ആളുകൾ എൻ്റെ കോഴ്സ് വാങ്ങുന്നത്. ലൈക്ക് താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച്. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച കാര്യം എന്ന് പറയുന്നത് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഈ കോഴ്സ് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവരൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ക്രിയേറ്റേഴ്സാണ്. ഇവരൊക്കെ എൻ്റെ കോഴ്സ് വാങ്ങുന്നത് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. താങ്ക് യു ഗൈസ് and love you guys. സോ വീഡിയോ എഡിറ്റിംഗ് സീരിയസ് ആയി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ചെക്ക് ഔട്ട് മൈ കോഴ്സ്. ഐ ഗ്യാരണ്ടി ഇതിനേക്കാളും ചീപ്പിൽ നിങ്ങൾക്ക് വേറെ എവിടെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ പറ്റും. എമ്പുരാൻ 3 ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് രാജു മോനെ നമ്മൾ എവിടെ പെട്ടിരിക്കുന്നു മോനെ. ഇതിലും നല്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ സ്വപ്നങ്ങളിൽ മാത്രം. പക്ഷെ മോനെ എനിക്ക് എൻ്റെ ബിഗ് ബോസ് തുടങ്ങി മോനെ, എനിക്ക് നാട്ടിൽ പോകണം. എന്നാ പൊക്കോ. മുരളി ക്ലൈമാക്സ് ഞാൻ കുറച്ച് ഹാപ്പി എൻഡിങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഫാമിലി വ്ളോഗേഴ്സ് ഇൻട്രോസ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ ബൈ ബൈ.